ആറ്റുകാൽ പൊങ്കാലയുടെ മറവിൽ തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ കടുംവെട്ട്. ശുചീകരണ പ്രവർത്തനത്തിന്റെ മറവിൽ സംഘികൾ ഉൾപ്പെടുന്ന ഭരണസമിതി മുക്കിക്കൊണ്ടുപോയത് ലക്ഷങ്ങളെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ പുറത്തേക്ക് വരികയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻ വർഷത്തേക്കാൾ കൂടുതൽ സംഘികളെ തെരഞ്ഞുപിടിച്ച് ദിവസവേതനത്തിന് വേണ്ടി കളത്തിലിറക്കി. എന്തുകൊണ്ടാണ് ശുചീകരണ പ്രവർത്തനം പാളിയതെന്നും ഇത്രയും അധികം ഏകദേശം മുൻ വർഷത്തെ അപേക്ഷിച്ച് 1000-ഓളം തൊഴിലാളികൾ എന്ന മറവിൽ സംഘികളെ കൊണ്ടുവന്ന് നഗരസഭാ ഫണ്ട് വിതരണം ചെയ്യുകയും ചെയ്തു. പക്ഷേ പണിയൊന്നും നടന്നില്ല. ശുചീകരണ പ്രവർത്തനം അപ്പാടെ താളം തെറ്റുകയും ചെയ്തതിന്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കാണുന്ന രേഖ പ്രകാരവും കേരളത്തിൽ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി നഗരസഭയിലെ പൊങ്കാല ശുചീകരണത്തിനായി 2025-ൽ 3189 തൊഴിലാളികളെയാണ് വിന്യസിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് 4786 കുത്തനെ ഉയർന്നു. ഏകദേശം 1600-ഓളം തൊഴിലാളികൾ എന്ന പേരിൽ തലസ്ഥാനത്തെ സംഘികളെ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ചു. കൈ നിറച്ച് പണം കൊടുത്തു. പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ മുഴുവൻ പാളി. എല്ലാ വേസ്റ്റും കൂടി വാരിക്കൊണ്ടുവന്ന് നേരെ ഈഞ്ചക്കലിലെ KSRTCയുടെ തുറന്ന ഭൂമിയിൽ കൊണ്ടുവന്ന് തട്ടുകയും ചെയ്തു. 2025-ൽ ദിവസവേതന അടിസ്ഥാനത്തിൽ 2124 പേരെയാണ് നിയോഗിച്ചത്. ഇത്തവണ 2605 ഉയർത്തി. ഇത്തവണ പൊങ്കാല ശുചീകരണത്തിന് 24.3 ലക്ഷം രൂപയാണ് ചെലവായത്. കഴിഞ്ഞ വർഷം ഇത് കേവലം 22 ലക്ഷം രൂപയ്ക്ക് തീർന്നതിന് 2.5 ലക്ഷം കൂടി അധികം പൊടിച്ചുകൊണ്ട് സംഘികളുടെ കയ്യിൽ പണം എത്തിച്ച് പൊങ്കാല ശുചീകരണ പ്രവർത്തനം അപ്പാടെ തകർത്ത വിസ്മയമാണ് ആറ്റുകാൽ അമ്മയുടെ മറവിൽ നഗരസഭാ ഭരണസമിതി നടത്തി എന്നുള്ളത് ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നുണ്ട്. ഇതും പോരാഞ്ഞിട്ട് മറ്റൊരു കടുംവെട്ടിന്റെ വിവരം കൂടി നാട്ടുകാർ അറിയണം. എന്തിന്റെ പേരിൽ? വിശ്വാസികളായിട്ടുള്ള സംഘികൾ ആറ്റുകാൽ അമ്മയുടെ പേരിൽ തട്ടിച്ചെടുത്ത വാഹനങ്ങളുടെ വാടക ഇന കണക്കുകൂടി നിങ്ങൾ അറിയണം. വാഹനങ്ങൾ ഇക്കുറി സ്പോൺസർമാരെ കണ്ടെത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ സ്പോൺസറും വന്നില്ല, വണ്ടിയും വന്നില്ല. നഗരസഭയുടെ ഫണ്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ അധികമായി ചിലവഴിച്ചുകൊണ്ടാണ് മാലിന്യ നീക്കത്തിനു വേണ്ടി വാഹനങ്ങളെ അറേഞ്ച് ചെയ്തതെന്നും ഈ വിവരാവകാശ രേഖ തെളിയിക്കുന്നുണ്ട്. ശുചീകരണ സാമഗ്രികൾ വാങ്ങാൻ, അതായത് കുട്ടയും മൺവെട്ടിയും ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങാൻ ചെലവാക്കിയത് 3.5 ലക്ഷം രൂപ അടുപ്പിച്ച്. ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വാഹനങ്ങളും ശുചീകരണ സാധനങ്ങളും വൻ തുകയ്ക്ക് വാടകയ്ക്കെടുത്തത് നഗരസഭാ ഭരണസമിതി അറിഞ്ഞില്ല, ഞങ്ങൾ അറിയാതെ ഇത് ആരോ ചെയ്തതാണ്, ആറ്റുകാൽ അമ്മച്ച് നടത്തിയ ഒരു മാജിക്കാണ്, നഗരസഭയുടെ ഫണ്ടിൽ നിന്ന് പണം ഒഴുകിപ്പോയതെന്ന് ഇപ്പോ ഭരണസമിതി കൈമലർത്തി കാണിക്കുന്നതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നഗരസഭയുടെ മാലിന്യ നീക്കം അപ്പാടെ താളം തെറ്റിയത്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചത് കൂടുതൽ സംഘികളായിട്ടുള്ളതും പ്രവർത്തന പരിചയമില്ലാത്തവരെ നഗരസഭയുടെ ഫണ്ട് എടുത്ത് ദിവസവേതനം എന്ന പേരിൽ വിടുകയും സംഘികൾ പണം വാങ്ങിക്കൊണ്ട് മുങ്ങുകയും ചെയ്തതാണ്. ഇങ്ങനെ നഗരത്തിലെ പൊങ്കാല മാലിന്യങ്ങൾ പലതും കൃത്യമായി നീക്കം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയതെന്ന് ആ വിവരാവകാശ രേഖ പറയുന്നു. മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം കടുംവെട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ മറവിൽ ഭരണസമിതി നടത്തിയതായിട്ട് തെളിയിക്കപ്പെടുകയാണ്.